إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വർഷം ഈ ദുൽഹിജ്ജ മാസം അവസാനിക്കുന്നതോടുകൂടി നമ്മളോട് വിട പറയുകയാണ്. നാളെ മുഹറം 1 പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ സത്യവിശ്വാസികൾ എന്ന നിലയിൽ അനിവാര്യമായും തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യനെത്ര പുരോഗമിച്ചിട്ടും മതപരമായ അറിവുകൾ നേടിയിട്ട് പോലും അന്ധവിശ്വാസങ്ങളുടെ ചളിക്കുണ്ടുകളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല എന്നത് വലിയ സങ്കടമാണ്. മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ 4 മാസങ്ങളുണ്ടെന്നും അതിൽ പവിത്രമായ മാസമാണ് മുഹറം മാസമെന്നും അറിയാവുന്നവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. എന്നാൽ മുഹറം മാസത്തെക്കുറിച്ചുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില ആളുകളുടെ സമീപനങ്ങൾ, വിശ്വാസങ്ങൾ, അത് പരിശുദ്ധ ഖുർആനോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിച്ചു എന്ന രീതിയിലല്ല. നല്ല കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനോ തുടങ്ങാനോ ആരംഭിക്കാനോ പാടില്ലാത്ത വിധം ആ ദിവസങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം ആരാണ് പഠിപ്പിച്ചത്? അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിശുദ്ധ ഖുർആനോ നമ്മളെ പഠിപ്പിച്ചതാണോ? നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെയാണ്
ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നിടത്ത് ഈമാൻ കാര്യങ്ങൾ 6 നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 6ാമതായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഏതൊരു കാര്യവും ഏതൊരു നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഖദറിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ വിശ്വാസം എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, 4 സ്വഹാബിമാരുടെ പേര് ഞാൻ പറയാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ 4 സ്വഹാബിമാരും ഒരേ രൂപത്തിൽ ഉദ്ധരിച്ചൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്. എന്താണ് ആ ഹദീസിന്റെ കണ്ടന്റ്? വലൗ അൻഫഖ്ത മിസ്ല ഉഹദിൻ ദഹബ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉഹദ് മലയുടെ അത്രയും സ്വർണം നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാ ഖബിലഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. ഉഹദ് മലയുടെ അത്രയും സ്വർണം ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല, ഖദറിലുള്ള വിശ്വാസം നമ്മുടേത് റെഡിയാകുന്നത് വരെ. നമ്മളോട് ചോദിച്ചു നോക്കുക, നമ്മളെ ഖദറിലുള്ള വിശ്വാസം എന്താണ്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, അന്നമ അസാബക ലം യകുൻ ലിയുഖ്തിയക. നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നിനക്ക് കിട്ടാനുള്ളതാണ്. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല അതൊന്നും നിനക്ക് കിട്ടാനുള്ളതല്ല. ഈ വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസം. ഇതില്ലാത്തിടത്തോളം കാലം നമ്മുടെ അമലുകൾ പോലും സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ ഖദറിലുള്ള വിശ്വാസത്തിൽ നമ്മൾ എവിടെയെന്ന് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൗ മുത്ത അലാ ഗൈരി ഹാദാ, ഈ വിശ്വാസത്തിനപ്പുറത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ലദഖൽതന്നാർ, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശ്വാസത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അമിതമായ ദുഃഖം നമുക്കുണ്ടാവുകയില്ല, നിരാശയും നിഷ്ക്രിയത്വവും നമ്മളെ പിടികൂടുകയില്ല. ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിലനിൽക്കുന്നുവെങ്കിൽ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയില്ല. ഇത് ഞാനല്ല പറയുന്നത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖളാ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളോട് സലഫുകൾക്കൊരു നിലപാടുണ്ട്. യഹ്യ ബിൻ യഅ്മൂർ, ഹുമൈദുൽ ഹംബേരി, 2 താബിഈ പണ്ഡിതന്മാരാണ്. നാട്ടിൽ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ അധികരിച്ചപ്പോൾ അവർ സ്വഹാബികളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചെന്നപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഫഇദാ ലഖീത ഉലൈക, ഖദറിനെ നിഷേധിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, വഅന്നി ബരീഉം മിൻകും വഹും ബുർആഉം മിന്നി, അവർക്ക് ഞാനുമായി ഒരു ബന്ധവുമില്ല. ഞാൻ എന്ന് പറയുന്നത് സ്വഹാബിയാണ്. ആ സ്വഹാബത്തുമായി അവർക്കൊരു ബന്ധവുമില്ല എന്നവരോട് പറയണം. എന്നിട്ട് അവരോട് പറയണം, ഒരു ഉഹുദ് മലയുടെ അത്രയും സ്വർണം നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അള്ളാഹു നിങ്ങളുടെ ദാനധർമ്മം സ്വീകരിക്കുകയില്ല. 2ാമത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈമാനിന്റെ മാധുര്യം അത് നുകരാൻ സാധിക്കുന്നത് ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ്. ലാ യജിദു അബ്ദുൻ ഹലാവതൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമല്ല. അതാ യഅലമ അന്നമ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നിനക്കെന്ത് കിട്ടിയാലും അത് നിനക്ക് അള്ളാഹു കണക്കാക്കിയതാണ്, നിനക്ക് കിട്ടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്കെന്തൊന്ന് കിട്ടിയിട്ടില്ലയോ അത് നിനക്ക് കിട്ടാനുള്ളതല്ല എന്ന് നീ വിശ്വസിക്കുന്നത് വരെ നിന്റെ ഈമാൻ, നിനക്ക് ഈമാനിന്റെ മാധുര്യം അത് വിശ്വസിക്കുന്നത് വരെ നുകരാൻ സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ ഖളാ ഖദറിലുള്ള വിശ്വാസം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉദ്ദേശിക്കുന്നത്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കൃത്യമായൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നത് മാത്രമാണോ? സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറസ്തമിക്കുന്നു, മാവിൽ നിന്ന് മാങ്ങയുണ്ടാകുന്നു, ഇത് മാത്രമാണോ സഹോദരങ്ങളെ? ഇത് മാത്രമാണ് ഖളാ ഖദർ എന്നാണ് ആളുകൾ മനസ്സിലാക്കിയത്.
ഇത് ഖദാ ഖദറിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഖദാ ഖദറിലുള്ള നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ 4 മർത്തബകളുണ്ട്. ഒന്ന് മർത്തബത്തുൽ ഇൽമ്, അറിവിന്റെ മർത്തബയാണത്. ഖദാ ഖദറിലുള്ള നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ 4 മർത്തബകളുണ്ട്. അതിലൊന്നാമത്തെ മർത്തബ മർത്തബത്തുൽ ഇൽമ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹു എന്ന് നമ്മൾ വിശ്വസിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവനാണ്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൻ അറിയാം. അവൻ അറിയാത്തതായി ഒന്നുമില്ല എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഖദാ ഖദറിലുള്ള വിശ്വാസം റെഡിയാകുന്നത്. അന്ത്യനാള് വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിനെ നേരത്തെ അറിയാം എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, അൽ ഈമാനു ബി അന്നല്ലാഹ ഖതബ ഫിൽ ലൗഹി കുല്ല ഷൈഇൻ. എല്ലാ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങോട്ട് നോക്കൂ, ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് പേനയാണ്. പേനയോട് അള്ളാഹു പറഞ്ഞു ഉണ്ടാകാനുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതണമെന്ന് പറഞ്ഞു. എല്ലാം എഴുതപ്പെട്ടതാണ്. ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ, അവന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഞാൻ ആദ്യം ഓതിവെച്ച ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മാസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും. നിങ്ങളുടെ ശരീരത്തിലോ ഭൂമിയിലോ നിങ്ങൾക്കൊരു പ്രയാസവും ബാധിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബലി അൻ നബ്റഅഹ. അത് അവന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ലോകത്ത് എന്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നന്മകളും അനുഭവിക്കുന്നുണ്ടോ, അത് മുഴുവനും അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു വിശ്വാസം? ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോ നിരാശരും നിഷ്ക്രിയരുമാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെന്റെ പടച്ചോൻ ഞാൻ ജനിക്കുന്നതിന്റെ, ലോകം സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അവന്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാ. പിന്നെ ഞാൻ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം? 2, ഖുർആൻ വീണ്ടും പറയുന്നു, വലാ തഫ്റഹു ബിമാ അതാക്കും. എന്തെങ്കിലും ഒന്ന് കിട്ടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും. ഇതൊക്കെ എന്റെ റബ്ബ് അവന്റെ രേഖയിൽ എന്നോ രേഖപ്പെടുത്തി വെച്ചതല്ലേ. വലാ തഫ്റഹു ബിമാ അതാക്കും. നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നദാലിക അലല്ലാഹി യസീർ. എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം എളുപ്പമാണ് അർഹമുർ റഹീമിനായ പടച്ച റബ്ബിനെ എന്നാണ് ഈ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. 2 കാര്യം നമ്മൾ പറഞ്ഞു. മർത്തബത്തുൽ ഇൽം, എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിഞ്ഞ കാര്യങ്ങളാണ്, എല്ലാം അവൻ അറിയും. 2, എല്ലാ അറിഞ്ഞ കാര്യങ്ങളും മുഴുവനും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകണം. 3ാമത്തെ കാര്യം അൽ ഈമാൻ ബി മശീഅത്തില്ലാഹി ശാമില വഖുദ്റതിഹി. എല്ലാ കാര്യങ്ങളും, ഏതൊരു കാര്യവും നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെയും അവന്റെ ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അവന്റെ ഇറാദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ലോകത്ത് ഏതൊരു കാര്യവും നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്നുണ്ട്, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫ് ഇന്ന് പാരായണം ചെയ്ത ഭാഗമാണ്. ഫലാ തഖുൽ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. നിങ്ങളൊരു കാര്യവും ഞാൻ നാളെ ചെയ്യാമെന്ന് പറയരുത്. ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന മശീഅത്തിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണമെന്നാണ് ഈ ഹദീസ്, ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ അയൻഫഉക ബിശൈഇൻ. ഒരു സമൂഹം മുഴുവനും നിനക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ലയൻഫഉക ബിശൈഇൻ, ആ സമൂഹത്തിന് ഒരിക്കലും നിനക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക്,
അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്താതെ അവൻ ഉദ്ദേശിച്ചാലല്ലാതെ. ലോകത്ത് ഒരു കൂട്ടം ആളുകൾ നിനക്ക് നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ആ നന്മ നിന്നെ ബാധിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല, പടച്ച റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ. ഒരു സമൂഹം മുഴുവനും തിന്മ ചെയ്യാൻ, ഉപദ്രവിക്കാൻ, പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചു. പക്ഷെ അള്ളാഹ് ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരിക്കലും ആ പ്രയാസം നിന്നെ ബാധിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. ഇതാണ് മശീഅത്തിലുള്ള വിശ്വാസം, മർത്തബത്തുൽ മശീഅ. നാലാമത്തെ കാര്യം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അൽ ഈമാനു ബി അന്നല്ലാഹ ഖാലിഖു കുല്ലി ഷൈഇൻ. മുഴുവൻ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് എന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളും അല്ലാഹു സൃഷ്ടിച്ചതാണ്. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എല്ലാം അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. ലോകത്ത് എന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അത് മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന കൃത്യമായ ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ചില ആളുകളുണ്ട്, സൂഫികളുടെ വിശ്വാസം എന്താണ്, ഖദരിയാക്കളുടെ വിശ്വാസം എന്താണ്? നന്മയെ സൃഷ്ടിച്ചത് ഒരാളാണ്, തിന്മയെ സൃഷ്ടിച്ചത് മറ്റൊരാളാണ്. അല്ല, നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഈ നാല് മർത്തബകളും നമ്മുടെ ഹൃദയത്തിൽ ശരിയായ രൂപത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഖളാ ഖദറിലുള്ള വിശ്വാസം ശരിയാകുന്നത്. ഈ വിശ്വാസം ശരിയായാൽ മാത്രമാണ് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും, ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അവിടെ പിടിച്ചു നിൽക്കാനും, അവിടെ തൃപ്തിപ്പെടാനും, അതിനെ ഉൾക്കൊള്ളാനും, നിരാശരും നിഷ്ക്രിയരുമാകാതെ ജീവിതത്തിൽ ഏത് പതറിപ്പോകുന്ന രംഗങ്ങളിലും അതിജീവനത്തിന്റെ കരുത്തുമായി നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയ മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ സത്യവിശ്വാസികൾക്ക് 2 ദറജകളാണുള്ളത്. ഒന്ന്, പരീക്ഷണങ്ങളെ തൃപ്തിപ്പെടുക എന്നതാണ്. അർറിളാ ബിൽ ഖദരി വൽ മുസീബ. പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ അത് തൃപ്തിപ്പെടാനുള്ളൊരു മാനസികാവസ്ഥ. അതെങ്ങനെയാണ് സാധിക്കുക? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു തൗഫീഖ് ഉണ്ട്. ഏത് പരീക്ഷണങ്ങളെയും അത് ഉൾക്കൊള്ളാനും തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ. തൃപ്തിപ്പെടാൻ കഴിയുന്നത് 3 രൂപത്തിലാണ്. ഒന്ന്, ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ്, റബ്ബ് എനിക്ക് നല്ലത് മാത്രമേ നൽകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണങ്ങളെയും തൃപ്തിപ്പെടാൻ അയാൾക്ക് കഴിയും. എന്റെ റബ്ബ് എനിക്ക് നല്ലതേ തരൂ എന്ന ചിന്തയും ബോധവുമാണ് അത് തൃപ്തിപ്പെടാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തത്, ഞാൻ ഈ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ, ഞാൻ ഈ പരീക്ഷണത്തെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ വമ്പിച്ച പ്രതിഫലമാണ് എനിക്ക് വരാനിരിക്കുന്നത്. കണ്ണു കാണാത്ത വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കണ്ണു കാണാത്ത വ്യക്തി, അയാളെ 2 കണ്ണുകൊണ്ടും അള്ളാഹു പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിന് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനം എന്താ? അതിന് പകരമായി അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തത് സ്വർഗമാണ്. അത് അദ്ദേഹത്തിന് ആ പരീക്ഷണം തൃപ്തിപ്പെട്ടപ്പോൾ അതിന് അള്ളാഹു സമ്മാനമായി കൊടുത്തത് സ്വർഗമാണ്. അങ്ങനെയാണ്. അപ്പൊ ഞാനിത് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രതിഫലം ലഭിക്കൂ എന്ന ചിന്തയാണ് മനസ്സിലുള്ളത് എങ്കിൽ ഏത് പരീക്ഷണങ്ങളെയും തൃപ്തിപ്പെടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് തന്നത് എന്റെ റബ്ബാണ് എന്ന കൃത്യമായ ആ റബ്ബിന്റെ മഹത്വം ഓർത്തുകൊണ്ട്, ആ റബ്ബിന്റെ പ്രത്യേകതകൾ ഓർത്തുകൊണ്ട് ഒരാളത് തൃപ്തിപ്പെടുകയാണെങ്കിൽ
അയാൾക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കാനിരിക്കുന്നത്. അങ്ങനെ തൃപ്തിപ്പെടാൻ കഴിയുന്നത് അള്ളാഹുവിനെ അത്രയും സ്നേഹിക്കുകയും അറിയുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു കാര്യമുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പരീക്ഷണങ്ങൾ വരുമ്പോ, രോഗം വരുമ്പോ അത് തൃപ്തിപ്പെടുക എന്നത് അത് സുന്നത്താണ്, അത് നിർബന്ധമല്ല. എന്നാൽ അവിടെ നിർബന്ധമായ രണ്ടാമത്തൊരു ദർജയുണ്ട്. അതെന്താണ്? വസ്വഹീഹ് അന്നൽ വാജിബ് അസ്വബ്ർ. അവിടെ ക്ഷമിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു പരീക്ഷണം വന്നാൽ അത് തൃപ്തിപ്പെടുക എന്നത് ഒരിക്കലും നിർബന്ധമല്ല. എന്നാൽ അവിടെ ക്ഷമിക്കുക എന്നത് നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ക്ഷമിക്കുന്നവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു വബശ്ശിരി സ്വാബിരീൻ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താണ് ക്ഷമിക്കുന്നവരുടെ പ്രത്യേകത? അല്ലദീന ഇദാ അസാബതുഹും മുസീബ. അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഖാലൂ, അവര് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ വിചാരിച്ചത് മരണ വാർത്ത കേട്ടാൽ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടത്. ജീവിതത്തിൽ എന്ത് മുസീബത്ത് ബാധിച്ചാലും അവിടെയൊക്കെയും നമുക്ക് പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയുന്നവർ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം. അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹമുണ്ട്. വറഹ്മത്തുൻ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗം സിദ്ധിച്ചവരെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും രണ്ട് ദർജകളാണ് പഠിപ്പിച്ചത്. ഒന്ന് റിള, തൃപ്തിയുടെ ദർജ. രണ്ടാമത്തത് ക്ഷമയുടെ ദർജ. തൃപ്തിപ്പെടുക എന്നത് അള്ളാഹുവിനെ കുറിച്ച് നല്ല അറിവും അള്ളാഹുവിനെ ധാരാളമായി ഇഷ്ടപ്പെടുന്നവർക്കും മാത്രമാണ് ആ ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുക. അതാണ് ഏറ്റവും മഹത്വമുള്ള ദർജ. രണ്ടാമത്തത് ഏത് പരീക്ഷണങ്ങളിലും ക്ഷമിക്കാൻ കഴിയുക എന്നതാണ്. ക്ഷമ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലം സമ്മാനിക്കുന്ന സത്യവിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണങ്ങളെയും ക്ഷമ കൊണ്ട് അതിജയിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അവരുടെ കടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അത് മാറി ഏറ്റവും നല്ല ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം നമ്മളിൽ നിന്ന് അവസാനിച്ചു. ഏതൊക്കെ നന്മകൾ നമ്മൾ ചെയ്തു, ഏതൊക്കെ നന്മകൾ അല്ലാഹു സ്വീകരിച്ചു നമുക്കറിയില്ല. എല്ലാ നന്മകളും അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടിനെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും, ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.